എന്ത് വെണ്ടയ്ക്കാനാമേ? വെണ്ടയ്ക്ക കറിയാണോ അതോ വെണ്ടയ്ക്ക തീയലോ? വെണ്ടയ്ക്ക ഇങ്ങനെ നുറുക്കിയിട്ട് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം. ഉപ്പേരിയോ? വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി എന്നും പറയും, വെണ്ടയ്ക്ക ഉപ്പേരി. ഉപ്പേരി എന്നൊക്കെ പറയുന്നത് പാലക്കാട് ഭാഗത്താണ്. നമ്മളൊന്നും അങ്ങനെ പറയത്തില്ല. നമ്മൾ വെണ്ടയ്ക്ക തോരൻ, വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി, വെണ്ടയ്ക്ക ഉപ്പേരി, വെണ്ടയ്ക്ക തീയൽ. ഇങ്ങനെ നുറുക്കിയിടണം. അത് അകലം വെച്ച് കണ്ടിക്കാവും. ഇല്ലെങ്കിൽ ഇത് തമിഴ്നാട്ടിൽ പറയുന്ന വെണ്ടയ്ക്ക പൊരിയലെന്നാണ് പറയുന്നത് അവർ. നല്ല കളർ വെണ്ടയ്ക്കല്ലേ? കഴുകി വെച്ചിരുന്ന ആകെ വെള്ളം പോരാ. വെള്ളം തന്നെ ഒന്നാമത് ഈ വെണ്ടയ്ക്കയ്ക്ക് കൊഴുപ്പുള്ളതാണ്. അന്നേരം അടുപ്പിലിട്ട് നമ്മൾ എടുക്കുമ്പം അതിന് കൊഴുപ്പുണ്ട്. കൊഴുപ്പെല്ലാം മാറിക്കഴിയുമ്പോൾ നല്ലതായിട്ടിരിക്കും. ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതെല്ലാം കൊഴുപ്പ് വന്നിട്ടുണ്ടല്ലോ, ഉടഞ്ഞു പോയത്. ഞങ്ങൾ പിന്നെ എന്തോ ഇത് കറിയാക്കി. അത് കൊള്ളരുത്. അപ്പോൾ ഞുറുക്കിയിടണം. അത്രയും വലിപ്പം ആകാവുള്ള. ഇത് ചെറുതാകരുത്. ഇത് ചെറുതായി കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകും അല്ലേ? പൊടിഞ്ഞും പോവും. കുഴന്നിരിക്കത്തേ ഉള്ളൂ. അത് ഈ വേറെ ആയിട്ട് വരത്തില്ല. ഇതാകുമ്പോൾ ഒന്നേ തൊടാതെ വലിയ നമ്മൾ മെഴുക്കുവരട്ടിക്ക് എടുക്കുന്നത്. ചെറുതാണെങ്കിൽ ഇച്ചിരി കൂടെ മൂപ്പ് കുറഞ്ഞതാണെങ്കിൽ ഇച്ചിരി കൂടെ വലുതായിട്ട് കണ്ടിക്കണം. അങ്ങനെ 1/4 കിലോ വെണ്ടയ്ക്കായി എടുത്തേക്കുന്ന മെഴുക്കുവരട്ടിക്ക്. വെണ്ടയ്ക്കൊക്കെ ഒത്തിരി ഉണ്ട്. വെണ്ടയ്ക്കൊക്കെ എല്ലാവരും ഇടുന്നതല്ലേ? നമ്മുടെ വകയായിട്ടിടണം, നമുക്ക് എടുക്കട്ടില്ല. നമുക്ക് കാണാമല്ലോ, നമ്മളെങ്ങോട്ടെങ്കിലൊക്കെ പോകുമ്പം നമുക്ക് അമ്മയും എല്ലാം എടുക്കാമല്ലോ. അമ്മ എങ്ങനെ വെണ്ടയ്ക്ക മെഴുക്കോട്ട് വെച്ചതെന്നൊക്കെ അറിയാമല്ലോ. എവിടെയെങ്കിലും പോകുമ്പോഴേ അല്ല അമ്മയെ വിളിച്ച് ചോദിക്കണ്ടല്ലോ, അമ്മ എങ്ങനെ വെക്കുന്നതെന്ന്. ആരും കണ്ടില്ലെങ്കിലും കാണട്ടെ. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ആവശ്യപ്പെടുണ്ടോ? ഒത്തിരി എല്ലാവരും വെക്കുന്നത്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കുഴന്നിരിക്കാതെ പിന്നെ ചുമ്മാതൊക്കെ ടൈം പാസിനാണോ? അതിൻ്റെ പുതിയതായിട്ടുള്ള എന്തെങ്കിലും ചെയ്യണം. ഇതിനകത്ത് ചിക്കനോ മട്ടനോ ഒക്കെ അരിഞ്ഞിട്ട് അതിന് വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്യുമ്പോഴാണ്. ഇപ്പം വെണ്ടയ്ക്കയ്ക്ക് വില കുറവല്ലേ? അറിയത്തില്ല. എത്ര അമ്മ വാങ്ങിച്ചേ? ഞാൻ സാധനം എല്ലാം കൂടെ മേടിച്ചു. എത്രയാണെന്ന് അറിയത്തില്ല. ഇതാ നല്ലത്, നമ്മളിവിടെ നട്ടേക്കുന്ന വെണ്ടയ്ക്ക നല്ലത്. ഇതെല്ലാത്തേത് നമ്മൾ നട്ടു. അല്ലാതെ നാടൻ വെണ്ടയും നട്ടു. നാടൻ വെണ്ട ഒരു പോന്തല്ലേ? എന്ത് വലിപ്പമാണ് നാടൻ വെണ്ടയുടെ വലിയത്. അത് 4ആയിട്ട് കീറി അരിയാനേ പറ്റും. പൊളന്നരിഞ്ഞാൽ കൊഴുപ്പ് കൂടത്തേ ഉള്ളൂ. ഇനി പച്ചമുളകും കൂടെ അരിഞ്ഞു വരും. പച്ചമുളകിൻ്റെ കൂടെ 4ആയിട്ട് കീറിയിടാം. ഒരു പച്ചമുളക്, വലിയ പച്ചമുളകാണ്. അതൊരു പച്ചമുളകിന് കനമുള്ളത് കൊണ്ട് അത് 4ആയിട്ട് കീറിയിട്ട്. വേറെ ഒന്നുമില്ലേ? സവാളയൊന്നും ചേർക്കണം. സവാളയൊക്കെ ഇതിൻ്റെ കൊഴുപ്പ് കൊണ്ടേ അതങ്ങ് കൊഴുകൊഴാനാകത്തേ ഉള്ളൂ. ഇത് അന്നേരം എളുപ്പമാണല്ലോ. ഇത് പെട്ടെന്ന് വെണ്ടയ്ക്കായും 2 പച്ചമുളക് മാത്രം മതി. ഇച്ചിരി മഞ്ഞപ്പൊടി ഇടുന്ന ഉപ്പ് ഇട്ട് എണ്ണ ഒഴിച്ച് അങ്ങോട്ട് വെക്കുക. പെട്ടെന്നാണ്. അപ്പോൾ മെഴുക്കുവരട്ടിക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുന്നു. കടുക് വറക്കത്തില്ല ഇനല്ലേ? കടുക് വറക്കത്തില്ല. തോരനാണ് കടുക് വറക്കുന്നത്. അതിനകത്തേക്ക് നമുക്ക് വെണ്ടയ്ക്ക അരിഞ്ഞ് വെച്ചത് നമുക്കിടാം. അതിനകത്തേക്ക് നമുക്ക് ചെറുപ്പം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇളക്കിട്ട് അടച്ചു നോക്കുമോ? അതോ അടയ്ക്കണം. അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇല്ല, ഒന്ന് വാടുമ്പോഴത്തേനും പിന്നെ എടുത്ത് പിന്നെ നമുക്കൊന്ന് മൂടി കൊണ്ടൊന്ന് അടച്ച് വെക്കാം. അവിടെ ഇനി നമുക്ക് മൂടി തുറന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അടുക്കി പിടിക്കാതെ ഇളക്കണം അല്ലേ? ഇളക്കി കൊടുക്കണം.
ഓ അത് കുഴവഴാന്ന് വരുന്നല്ലോ അത്. കുഴവഴാന്ന് ആ കാര്യം കുഴവഴാന്നുള്ളത് ഞങ്ങൾ മാറി. അതിന് നമുക്ക് അടച്ച് വെക്കണ്ട. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കുഴവഴാന്ന് പക്ഷെ അതൊക്കെ മാറി. കുഴവഴക്കങ്ങ് മാറി. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. കൊഴുപ്പ് പോയണ്ടോ? കൊഴുപ്പെല്ലാം പോയി അല്ലേ? കൊഴുപ്പ് പോയി കണ്ടോ? നിങ്ങൾ ചുമ്മാതെ കൊച്ചു കൊച്ചായിട്ട് അരിഞ്ഞാണ് കുരുകുരാന്ന് അരിഞ്ഞിട്ടിട്ട്. അത് മാത്രമല്ല വെള്ളം നല്ലപോലെ തോരാതാണ് അരിഞ്ഞ്. വെള്ളം തോരണം. വെള്ളം ഇല്ലായിരുന്നു. ഞാൻ എപ്പോഴേ കരുകി ഞങ്ങളിങ്ങനെ ഇളക്കുമ്പോഴേ മൊത്തം അങ്ങ് പൊടി വന്ന് പൊടി വെച്ചാൽ അങ്ങനെ എല്ലാം ഉടയും ഈ സംഭവം. ഉടഞ്ഞിട്ടുമില്ല. വെള്ളം കാണില്ല. വെള്ളത്തിൻ്റെ ഒരു ശകലമയം ഇല്ലായിരുന്നു. ഞാൻ രാവിലെ കഴുകി വാരി വെച്ചാണ്. തോർന്നല്ല നല്ലപോലെ. അത് ഈ വെണ്ടയ്ക്കായും ഈ നമ്മുടെ ചീരയില്ലേ, ചീരയെല്ലാം അരിഞ്ഞ് പോകുമ്പോൾ വെള്ളം തോർത്തിയിട്ട് വേണം അരയേണ്ടത്. അതുപോലെ തന്നെ ഈ വെണ്ടയ്ക്കയുടെ ചെവിട് കണ്ടിക്കാതെ കഴുകണം. വെണ്ടയ്ക്കയുടെ ചെവിട് കണ്ടിച്ചിട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ അതിനകത്ത് വെള്ളം കയറും. പിന്നെ അരിയുമ്പോൾ അതിനകത്ത് വെള്ളം കയറും. ഇപ്പോൾ വെണ്ടയ്ക്ക നമ്മൾ കഴിവതിന് ശേഷം അത് കണ്ടിക്കാവും. മണ്ടയും ചെവിടും കണ്ടിക്കാവുള്ളൂ. ഇപ്പം ശരിയായല്ലേ? ഇപ്പം ശരിയായി. മെഴുകുവരട്ടി ശരിയായി. കൊഴുപ്പുള്ളതൊക്കെ പോയല്ലോ, വലിഞ്ഞു വന്നെല്ലാം പോയല്ലേ? നമുക്ക് വാങ്ങാമല്ലോ അല്ലേ? വാങ്ങാം.